വിഷ്ണു ആശാന്റെ ഭാര്യയുടെ ജോലി എന്തെങ്കിലും സാറ് ചോദിച്ചിരുന്നോ? അതല്ലേ പറയാത്തെ? കമല, ഞാൻ പറഞ്ഞ എല്ലാം അങ്ങ് മറന്നേക്ക്. ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായി കളക്ടറെ കാണാൻ പോകേണ്ടതായിരുന്നു. ഒന്ന് പരിചയപ്പെടുത്തണേ. അപ്പൊ വീടിന്റെ കാര്യം? അതൊക്കെ എടത്തെ സോറി മാഡം, ഇതാ ഹൗസ് ഓണർ. മാഡം, ഞാൻ ശ്രീധരൻ. ഇതുപോലുള്ള 3-4 വീട് വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കുന്ന ഒരാളാ. വീട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് 100 വട്ടം സമ്മതമാണ്. ഒരു കളക്ടറാണ് എൻ്റെ വീട്ടിൽ താമസിക്കുന്നതെന്ന് പറയാൻ എനിക്കൊരു ഗമയാണല്ലോ. അതുകൊണ്ട് ഞാനും ഓക്കെ. ഞാൻ കയറി നോക്കണോ? വേണ്ട. ഞാൻ ഓക്കെ അല്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല, സാറ് വലിയ വലിയ ആൾക്കാർക്ക് കൊടുക്കൂ. നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. പിന്നെ 2 ലക്ഷം അഡ്വാൻസ്, അതൊന്നും ഞങ്ങളെ കൊണ്ട് ഈ ജന്മത്തെ ഒപ്പിക്കാൻ പറ്റില്ല. സാറേ, ഇത് ഞങ്ങൾക്ക് താങ്ങത്തില്ല. അല്ല, ഒന്നുകൂടി പറഞ്ഞാൽ? ഒന്നും കൂടി പറഞ്ഞാലും താങ്ങില്ല. കമല, നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അത് പുള്ളിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സാറൊന്നും ഇങ്ങോട്ട് വന്നേ. അല്ല കമല മാഡം. സാറിന് വാ, പറയട്ടെ. വിഷ്ണുട്ട, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശാലിനി, ഞാൻ എൻ്റെ കുടുംബത്തിനെ കളക്ടറുടെ ശമ്പളം കൊണ്ടെടുക്കുന്ന വാടക വീട്ടിൽ താമസിപ്പിക്കുന്നില്ല. എനിക്കിപ്പോൾ വീടിനേക്കാൾ പ്രധാനം ഒരു ജോലിയാണ്. അതിനൊന്ന് ശ്രമിക്കട്ടെ. മനസ്സിലായില്ലേ? വാടക വീട് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം വേണ്ടതൊരു ജോലിയാണ്. 4 ആളോട് പറയാൻ പറ്റുന്നൊരു ജോലി. അതെ ശാലിനി, ഞാൻ എൻ്റെ കുടുംബത്തിന് കളക്ടറുടെ ശമ്പളം കൊണ്ടെടുക്കുന്നൊരു വീട്ടിൽ താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ താമസിക്കാൻ പറഞ്ഞാൽ എൻ്റെ അമ്മ താമസിക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ സമ്മതിക്കുമെന്നും അറിയില്ല. അവിടെ അഭിമാനമൊന്നും ഇല്ലാത്തത് എനിക്ക് മാത്രം. അല്ല, അവരെക്കാൾ കൂടുതലാ. അഭിമാനമല്ല, ദുരഭിമാനവും കൊണ്ട് നടക്കുന്നത് വിഷ്ണുവേട്ടനാ. ഞാൻ വിഷ്ണുവേട്ടൻ്റെ അമ്മയും അച്ഛനെയും കണ്ടിരിക്കുന്നതേ എൻ്റെ സ്വന്തം അമ്മയും അച്ഛനെയും പോലെ തന്നെയാ. താങ്ങും തണലും ഇപ്പൊ വേണ്ടത് അവർക്ക് തന്നെയാ. വിഷ്ണുവേട്ട, അത് മനസ്സിലായിട്ട് തന്നെയാ അവർക്ക് വേണ്ടി വീട് നോക്കാൻ ഞാനും വന്നത്. വിഷ്ണുവേട്ട, ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ വിഷ്ണുവേട്ടനെയും അച്ഛനെയും അമ്മയും ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ തയ്യാറായി തന്നെയാ ഞാൻ ഇവിടെ നിൽക്കുന്നു. പക്ഷെ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ വേറെന്തൊക്കെയുണ്ട്. അതാരെങ്കിലും പറഞ്ഞതാണോ പ്രകടിപ്പിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിപ്പോയതിലും വിഷ്ണുവേട്ടന് പറയാൻ പറ്റുന്ന തരത്തിലൊരു ജോലി കിട്ടാത്ത
നിക്കടാ. എന്റെ വീട്ടിലെ പടി നീ കയറി പോരുത്. വീട്ടിൽ വരുന്ന മാന്യന്മാരോട് ഇങ്ങനെയാണോ ചേട്ടാ പെരുമാറേണ്ടത്? മാന്യനോ? നീയോ? ചേട്ടാ നിന്നെ ആരോടാ മാന്യന്മാരെ കൊടുത്തിപ്പെടുത്തുന്നേ? എന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടാൻ അച്ചാരം കൊടുത്തിട്ട് നിൽക്കുന്ന നിന്നെ ആൺവർഗത്തിലും പെൺവർഗത്തിലും നിർത്താൻ പറ്റില്ല. ചേട്ടനൊന്ന് മനസ്സിലാക്കണം. 1-2 ദിവസങ്ങൾ കഴിഞ്ഞാ ഇതങ്ങ് ജപ്തിയിൽ പോവും. അതിനു മുമ്പ് ചേട്ടനെ വന്നൊന്ന് കണ്ട് ആശ്വസിപ്പിക്കാമെന്ന് കരുതി വന്നപ്പോ ചേട്ടനെ നാട്ടി ഓടിക്കാൻ ശ്രമിക്കുകയാണോ? ഒന്നുമല്ലെങ്കിലും ഏട്ടന്റെ അനിയല്ല ഏട്ടാ ഞാൻ. എന്നോട് ഇങ്ങനെയൊക്കെ പറയാമോ? ജപ്തിയായി കഴിഞ്ഞാ ഇങ്ങോട്ട് പിന്നെ വരാൻ പറ്റില്ലല്ലോ. ഏട്ടനെയും പിന്നെ ഞാൻ വാടക വീട്ടിൽ വന്ന് കാണേണ്ടി വരില്ലേ? ഉപേന്ദ്ര, നിനക്ക് ഞങ്ങൾ ഈ വീട്ടിൽ നിന്നല്ലേ ജപ്തി ചെയ്ത് ഇറക്കാൻ പറ്റൂ, അല്ലാതെ ഞങ്ങൾ ഇല്ലാതാക്കാനൊന്നും പറ്റില്ലല്ലോ. എന്റെ ഏട്ടത്തി, അങ്ങനെ ഒരു വിചാരം എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എനിക്കത് വർഷങ്ങൾക്ക് മുമ്പേ ആകാമായിരുന്നു. എന്നെ ചതിച്ച് ഇയാള് നിങ്ങളെ കഴുത്തി താലി കെട്ടിയ അന്ന് ഞാനത് ചെയ്തില്ലല്ലോ. ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ നിന്ന് പറയാൻ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ അന്നും ഇന്നും ആ സ്നേഹമുണ്ട്, പ്രത്യേകിച്ച് ഏട്ടത്തിയോട്. ആ സ്നേഹം എന്റെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ ഞാൻ മരിക്കണം. വീഞ്ഞിന്റെ അവസ്ഥയാ, പഴകും തോറും അതിന്റെ വീര്യം കൂടും. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ഒരിക്കൽ നിന്നെ ഞാനിത് ഓർമ്മിപ്പിച്ചതാ. ഇനി ഒരിക്കൽ കൂടി വേണ്ടി വന്ന പിന്നെ നീയില്ല. നിന്റെ മനസ്സിലെ ദുഷിപ്പ് ഈ മുറ്റത്ത് നിന്ന് വിളമ്പരുത്. ദേ, ഇതിപ്പോഴും രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മണ്ണ. ഇത് ജപ്തിയാകുന്നത് വരെ ഇതിന്റെ അധികാരവും ഞങ്ങൾക്ക് തന്നെയാ. ഇനി നിന്റെ ഈ പുഴുത്ത നാവിൽ നിന്നും വികട സരസ്വതി വല്ലം വന്ന നീ ആ നടന്നു വന്ന കാലുകൊണ്ട് തിരിച്ചു നടന്നു പോകില്ല. അത് ഈ സത്യഭാമയാടാ പറയുന്നത്. ഇതാണ് പെണ്ണ്. ശൗര്യം എന്ന് പറഞ്ഞ ഇതാണ്. അടിത്തറ ഇളകി മണ്ണടക്കം ഉഴുതുമറിക്കാനുള്ള JCB മുറ്റത്ത് വന്നിട്ടും പതറാതെ നിൽക്കുന്ന ഈ മനസ്സിന് കൊടുക്കണം നല്ലൊരു കയ്യടി. അല്ല, സത്യാമ്മ ഇത് ഏത് ലോകത്താ? കാൽച്ചുവട്ടിലെ മണ്ണ് വരെ ഇളകിപ്പോയി. ഇനി ഇങ്ങനെ തള്ളവിരല് കുത്തി തലക്കനം കാണിച്ചു നിന്നിട്ട് ഒരു കാര്യവുമില്ല. തല കുത്തനം മറിഞ്ഞു വീഴും. അതാ ഇനി ഇവിടെ നടക്കാൻ പോന്നേ. എല്ലാം ഇട്ടെറിഞ്ഞ് കൂടും കുടുക്കെടുത്ത് ഇറങ്ങിക്കൊടുത്തേ പറ്റൂ. ഏട്ടാ, പ്രശ്നപരിഹാരത്തിനായി ഞാൻ ഏട്ടത്തിയോട് പലതും പറഞ്ഞു. ഏട്ടത്തി കേട്ടില്ല. ഗുണ്ടയായ ഏട്ടന്റെ മകനും കേട്ടില്ല. അവൻ എന്നെ എന്റെ പണിക്കാരുടെ മുമ്പ് വെച്ച് തല്ലി. എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ സഹായിക്കണമെന്ന് ചോദിച്ചെത്തിയില്ലേ? അതാണ് ഏട്ടാ രക്തബന്ധം, ഒരു അനിയന്റെ കടമ. ആ കടമ എന്താ എന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും മനസ്സിലാക്കാത്തത്? എന്റെ കൊക്കി ജീവനോടത്തോളം കാലം നിന്റെ ഒരു സഹായം ഒരിക്കലും വേണ്ട. നീ ഇങ്ങനെ സഹായിച്ച ഞങ്ങളിപ്പോ കടത്തിനെ അഭയം തേടാനുള്ള അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ടേ ഇപ്പൊ ഇവിടെ അറിയിപ്പോകുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലത്. അപ്പൊ വരാൻ പോകുന്ന ജപ്തിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാധനങ്ങളൊക്കെ കെട്ടി പാക്ക് ചെയ്തിരിക്കല്ലേ അമ്മയും അച്ഛനും മകനും പരിചാരകരും കൂടി? അല്ല, വീട് വല്ലതും എടുത്തോ? അതോ എടുത്തു തരണോ? അല്ല, ഒരു കൈസഹായം വല്ലതും വേണോന്നറിയാൻ ചോദിച്ചതാ. ഞാനും എന്റെ മകനും ജീവിച്ചിരിക്കുന്നിടത്തോളം
നിന്റെയൊക്കെ മുമ്പിൽ ഞങ്ങൾ അടിമകളായിട്ട് വരില്ലടി. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനുണ്ട്, അവൻ നോക്കിക്കോളും ഞങ്ങളെ നല്ല അന്തസ്സായി. ഏത് മകൻ? വിഷ്ണുവിന്റെ കാര്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? അല്ല, അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈ വീട് നഷ്ടപ്പെടുന്ന അറിവ് കിട്ടിയ നിമിഷം മുതൽ അവൻ അവിടെ പൊറുതി തുടങ്ങി, ശാരദാമ്മയുടെ വീട്ടിൽ. ശാലിനിക്കൊപ്പം. അവര് രണ്ടുപേരും പുതിയ കല്യാണം കഴിച്ചതുപോലെയല്ലേ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് താമസിക്കുന്നേ. ഇനിയിപ്പൊ നിങ്ങളുടെ താളത്തിനൊത്തു തുള്ളാൻ അവനെ കിട്ടില്ല. പറഞ്ഞു തീർന്നില്ല, ദാ വന്നല്ലോ. കുടുംബമായിട്ട് താമസിക്കുന്നതിന്റെ സുഖവും സന്തോഷവും ഒക്കെ അറിഞ്ഞവൻ ഈ ദരിദ്രകുടിലേക്ക് വരുവോ? അല്ല, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്, ദാ മുന്നിൽ നിൽക്കല്ലേ. ചോദിക്കാനും പറയാനൊന്നുമില്ലടി. രണ്ടാം കല്യാണം നടന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാ. അതിന് സദ്യ ഒന്നും തന്നില്ലായിരുന്നല്ലോ. അടുത്ത ദിവസം നഗരസഭയുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഗംഭീര സദ്യ നടത്തുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും വന്ന് ഓസിന് കഴിച്ചിട്ട് പൊക്കോ. തനിക്ക് കിട്ടിയൊന്നും പോരെ? എടോ, ഇങ്ങനെ പിന്നാലെ നടന്നായിരുന്നു തല്ലു പഠിക്കാൻ നാണമില്ലേ? എങ്ങനെ ഉണ്ടാവാനാ? ഇവളെ പോലത്തെ നാണവും മാനും കെട്ട സാധനങ്ങളുടെ കൂട്ട്. ഉപേന്ദ്രൻ ചിറ്റപ്പ, ഞാൻ വീണ്ടും നല്ല വ്യക്തമായ ഭാഷയിൽ പറയാ. പരിഭാവനമായ ഈ സ്ഥലം എന്റെ അച്ഛന്റെയും അമ്മയുടെയും കാലുകൾ പതിഞ്ഞ ഈ മുറ്റത്ത് നിന്റെയൊക്കെ കാലുകൾ പതിയുന്നത് തന്നെ ഐശ്വര്യക്കേടാ. നീയൊക്കെ നിന്ന ഭാഗത്തെ മണ്ണടക്കം ഇളക്കിയെടുത്ത് അങ്ങ് ഭാരതപ്പുഴയിൽ ഒഴുക്കിയാലും തീരാത്തത്ര പാപക്കറ നിന്റെയൊക്കെ ഒപ്പുണ്ട്. അത്രയ്ക്ക് വെറുക്കപ്പെട്ടവരാണോ നിങ്ങളൊക്കെ? പിന്നതേ ഈ സാധനം ഇവള് തന്റെ കഴുത്തി ചുറ്റിയ പെരുമ്പാമ്പാ. മലേഷ്യയിലെ തന്റെ കുടുംബം വരെ ഇവള് കുളം തോണ്ടും. അതെനിക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. അതുകൊണ്ട് ഇവളെ വിളിച്ച് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നോ അതോ കഴുത്തി പിടിച്ച് രണ്ടിനെയും പുറത്താക്കണോ? അപ്പൊ അപമാനിച്ചു വിടുകയാണല്ലേ? എങ്കിൽ കേട്ടോ, ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി സാധാരണ വാഴ വയ്ക്കുമെന്നാണ് പറയാറ്. പക്ഷേ ഇത് ഞങ്ങള് വാറ്റുചാര കേന്ദ്രമാക്കും. അല്ലെങ്കിലേ ഇത് വ്യഭിചാരശാലയാക്കും. ഒന്നുകൂടി വിഷ്ണു, വേണ്ട വിടാ, വിടാനല്ലേ പറഞ്ഞേ? നീയും മേടിക്കും. വേണ്ട, നീ പറഞ്ഞത് പരിപാവനമായ സ്ഥലമാണെന്നല്ലേ? അതുകൊണ്ടാ ഞങ്ങള് പട്ടച്ചാരായ ഒഴുക്കുന്ന പുഴയാക്കി മാറ്റാൻ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് പറഞ്ഞത് നീ കണ്ടോ, ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അഴിഞ്ഞാട്ടവും കൂത്താട്ടവും ആയിരിക്കും. മദ്യവും കഞ്ചാവും ഒഴുകുന്ന ലഹരി കേന്ദ്രം. ഇവിടേക്ക് ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് വരെ ആൾക്കാരെ ഇറക്കുമതി ചെയ്യും. പണ്ടിവിടെ നീതി ന്യായവും പറയുന്ന പഞ്ചായത്ത് നാട്ടുകൂട്ടത്തിന്റെ കഥ പറയാറില്ലേ? സത്യഭാമയുടെ പെൺഭരണത്തിന്റെ മറക്കാനാവാത്ത ഏട്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ പോലീസിന്റെ തേർവാഴ്ചയായിരിക്കും. ഇങ്ങനൊരു വീട് ഇവിടെ ഉണ്ടാക്കിയിട്ടതിന് ഇവിടുത്തെ നാട്ടുകാര് സത്യഭാമയും രാഘവൻ നായരെ ശപിക്കും. കണ്ണി കണ്ട നിങ്ങളെയൊക്കെ കല്ലെറിയുന്ന പരുവത്തിലാക്കി ഞങ്ങൾ തരും.
വെച്ചോ. ഈ പരിപാവന ഭൂമിയില് ഞങ്ങളൊരു ഒന്നൊന്നര പണി പണിയും. വരട്ടെ ഏട്ടത്തിയമ്മേ. നമ്മൾ വീണ്ടും കാണും. വിഷ്ണു, ആ സുസ്മിത പറഞ്ഞാൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ ശാലിനി ഒന്നിച്ചാണ് താമസിക്കുന്നത്? എന്റെ അമ്മ അവള് ജയിക്കാൻ വല്ലതും പറഞ്ഞു ചോദിച്ചിട്ട് അത് വല്ലതും ഉള്ളാണോ? ഞാനിവിടെയാണല്ലോ താമസിക്കുന്നത്, അവളുടെ വീട്ടിലും. അപ്പൊ ഇന്നലെ വരെ ഞാൻ അവിടെ കഴിഞ്ഞു നമ്മൾ കണ്ടില്ലേ? ദേ ഭാമേ, നീ അവള് പറയുന്ന മണ്ടത്തരങ്ങളും നുണകളും കേട്ടേ ഇവരെ ചോദ്യം ചെയ്യാൻ പോകണം. കുടുംബം കലക്കിയ അവള് പിടിച്ചു നിൽക്കാൻ ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാ അവള് ശാലിനിയുടെ കാര്യം എടുത്തിട്ടത്. അതിട്ടാ നീ വയലിലാവുന്ന അവക്കറിയാം. എന്റെ അമ്മ ഒന്ന് സമാധാനപ്പെട്. അമ്മ പറയുന്നതിനപ്പുറം എനിക്കില്ല. പോരെ, എന്റെ അമ്മ ഇതാ അമ്മയും മകനും കൂടി തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ പുതിയ തന്ത്ര. നമ്മളതിൽ വീണു പോരുത്. വീണുപോയ നമ്മൾ അവളുടെ മുമ്പിൽ അടിയറവ് പറയുന്ന പോലെ ആയിപ്പോവും. അത് പാടില്ല. എന്റെ അമ്മ ഒരിടത്തും തോൽക്കാൻ പാടില്ല. തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ ഇപ്പൊ നമ്മൾ തമ്മിൽ കലഹിക്കല്ല വേണ്ടേ. ഒന്നിച്ചു നിന്നിട്ട് ഇപ്പൊ അവള് പൊലമ്പിട്ട് പോയതുപോലെ നാളെ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കാൻ വേണ്ടേ. ഭാമേ, ആടുകളെ തമ്മിലടുപ്പിച്ച് ചോര ഒടിക്കാൻ ശ്രമിച്ച ചെന്നാട് കഥ മാത്രം നീ ഓർത്താൽ മതി. എങ്കിൽ കേട്ടോ, ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി ഇത് ഞങ്ങള് വാറ്റുചാരായ കേന്ദ്രമാക്കും. അല്ലെങ്കിലേ ഇത് വ്യഭിചാരശാലയാക്കും. നീ പറഞ്ഞത് പരിപാവനമായ സ്ഥലമാണെന്നല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പട്ടച്ചാരായ ഒഴുക്കുന്ന പുഴയാക്കി മാറ്റാൻ പോകുന്നത്. മദ്യവും കഞ്ചാവും ഒഴുകുന്ന ലഹരി കേന്ദ്രം. ഇവിടേക്ക് ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് വരെ ആൾക്കാരെ ഇറക്കുമതി ചെയ്യും.